നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂന്നാഴ്ചയിലേറെയായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ ബ്രിട്ടനിൽ നിന്നും 14 അംഗ വിദഗ്ധ എഞ്ചിനീയർമാരുടെ സംഘം ശ്രമം തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ എത്തിയിരുന്നു. നമ്മൾ അനുമതി നൽകിയതിനെ തുടർന്നാണ് അവർക്ക് അവിടേക്ക് പ്രവേശിക്കാൻ സാധിച്ചത്. എന്തായാലും അത് ആ ഒരു തകരാറൊക്കെ പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നിലവിൽ ബ്രിട്ടീഷ് സംഘത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് വിമാനം. സംഘത്തിൽ വിമാനത്തിന്റെ നിർമ്മാതാക്കളായ യുഎസിലെ ലോക്ഹീഡ് മാർട്ടിൻ കമ്പനിയിൽ നിന്നുള്ളവരുമുണ്ട്. ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ എപ്പോൾ പരിഹരിക്കാനാകും എന്നതും ഏറ്റവും നിർണായകം. എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് വിമാനം മാറ്റിയിരുന്നു. വിമാനം കഴിഞ്ഞ 24 ദിവസമായി വിമാനത്താവളത്തിലുണ്ട്. വിമാനം ലാൻഡ് ചെയ്യാൻ 1 ലക്ഷം രൂപ വരെയാണ് വിമാനത്താവള നടത്തിപ്പുകാർക്ക് നൽകേണ്ടത്. വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിടുന്നതിന്റെ വാടക അദാനി കമ്പനി ബ്രിട്ടീഷ് അധികൃതരിൽ നിന്നും ഈടാക്കും. F-35B യുദ്ധവിമാനത്തിന്റെ വലിപ്പം കണക്കിലെടുക്കുമ്പോൾ പ്രതിദിന ഫീസ് 10,000 മുതൽ 20,000 രൂപ വരെയാകാം. യുദ്ധവിമാനത്തിനു പുറമെ കഴിഞ്ഞ ദിവസം വിദഗ്ധ എഞ്ചിനീയറുമായി ബ്രിട്ടനിൽ നിന്നെത്തിയ എയർബസ് A400M അറ്റ്ലസ് വിമാനത്തിനും ലാൻഡിംഗ് ചാർജ് നൽകേണ്ടി വരും. യുദ്ധവിമാനം B അറ്റകുറ്റപ്പണി നടത്താനുള്ള സംഘം തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസങ്ങൾ എത്തിയിരുന്നു. ബ്രിട്ടൻ വ്യോമസേനയുടെ എയർബസ് 400-ലായിരുന്നു സംഘം എത്തിയത്. അറ്റകുറ്റപ്പണി നടത്താനായില്ലെങ്കിൽ സൈനിക വിമാനങ്ങൾ വഹിക്കുന്ന ചരക്ക് വിമാനത്തിൽ F-35നെ കൊണ്ടുപോകും. ബ്രിട്ടീഷ് യുദ്ധവിമാനമായ F-35B കഴിഞ്ഞ മാസം 14-നായിരുന്നു ഇന്ധനം തീർന്നതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് അടിയന്തരമായി ഇറക്കിയത്. തുടർന്നായിരുന്നു സാങ്കേതിക തകരാർ കണ്ടെത്തിയത്. അറബിക്കടലിലുള്ള വിമാനവാഹിനി കപ്പലായ HNS പ്രിൻസ് ഓഫ് വെയിൽസിലെ സാങ്കേതിക വിദഗ്ധർക്ക് പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെയായിരുന്നു ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെ വിദഗ്ധർ എത്തിയത്. F-35Bയുടെ നിർമ്മാണ കമ്പനിയിൽ നിന്നുള്ള വിദഗ്ധരും സംഘത്തിലുണ്ട്. അറ്റകുറ്റപ്പണി നടത്തി തിരികെ കൊണ്ടുപോവുക എന്നതാണ് സംഘത്തിന്റെ ലക്ഷ്യം. അത് നടക്കുമോ ഇല്ലയോ എന്നതും വലിയ ചോദ്യമാണ്. വെയിലും മഴയും ഏൽക്കാതെ എയർ ഇന്ത്യ ഹാങ്ങറിലേക്ക് മാറ്റാമെന്ന് ഇന്ത്യ വാഗ്ദാനം ചെയ്തെങ്കിലും പൈലറ്റ് ഇല്ലാത്തതിനാൽ അത് സാധിച്ചിരുന്നില്ല. മാത്രമല്ല ആദ്യം അത്തരത്തിലൊരു ആവശ്യം അവർ നിരാകരിച്ചിരുന്നു. കാരണം ഇതൊരു യുദ്ധവിമാനമാണ്. ഈ യുദ്ധവിമാനത്തിന്റെ രഹസ്യങ്ങളൊന്നും മറ്റൊരു രാജ്യം അറിയരുത് എന്ന ഒരു നിർബന്ധം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഹാങ്ങറിലേക്ക് മാറ്റുക എന്ന ഒരു നിർദ്ദേശം അവർ തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റിയതിനു ശേഷമാണ് ഇപ്പോൾ അറ്റകുറ്റപ്പണി നടത്തുന്നത്. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാനായില്ലെങ്കിൽ സൈനിക വിമാനം വഹിക്കുന്ന വിമാനത്തിൽ F-35B UK-യിലേക്ക് കൊണ്ടുപോകുന്നത് ആലോചനയിലുണ്ട്. എന്തായാലും വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കുന്നതുവരെ എഞ്ചിനീയർ സംഘം തിരുവനന്തപുരത്ത് തന്നെ തുടരും. തകരാർ പരിഹരിക്കാൻ ആവശ്യമായ ഉപകരണങ്ങളുമായാണ് വിദഗ്ധ സംഘം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയതെന്ന് ഡൽഹിയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ അറിയിച്ചു. ജൂൺ 14-നായിരുന്നു യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തത്. ഈ വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി എന്തായാലും ഒരു സംഘം എത്തിയിട്ടുണ്ട്. അവർ ബ്രിട്ടീഷ് വ്യോമസേനയായ റോയൽ എയർഫോഴ്സിന്റെ ഭാഗമായ എയർബസ് 400 എന്ന വിമാനത്തിലായിരുന്നു എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് എത്തിയത് നമ്മൾ കണ്ട കാഴ്ചയാണ്. എഞ്ചിനീയർമാർ വിമാനത്തെ കെട്ടിവലിച്ച് എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റിയത്. ഇന്ത്യൻ പസഫിക് സമുദ്രത്തിൽ സഞ്ചരിച്ച ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന F-35B യുദ്ധവിമാനം ഇന്ധനം കുറഞ്ഞതിനെ തുടർന്നായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. എന്നാൽ വിമാനത്തിൽ തകരാറുണ്ടാവുകയും ആഴ്ചകളായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തന്നെ തുടരുകയുമായിരുന്നു. ഇതിനിടെ വിമാനവാഹിനി കപ്പലിൽ നിന്ന് 2 എഞ്ചിനീയർമാർ എത്തിയെങ്കിലും തകരാർ പരിഹരിക്കാൻ സാധിച്ചില്ല. എത്തിയ എഞ്ചിനീയർമാരുടെ സംഘത്തിന് തകരാർ പരിഹരിക്കാനായില്ലെങ്കിൽ വിമാനത്തിന്റെ ചിറകുകൾ അഴിച്ചുമാറ്റി ചരക്ക് വിമാനത്തിൽ തിരികെ UK-യിലേക്ക് കൊണ്ടുപോകുക എന്ന ഒരു സാധ്യത കൂടി അവർക്ക് മുന്നിലുണ്ട്. അത് നടക്കുമോ ഇല്ലയോ എന്നൊരു ചോദ്യവും ഇവിടെ ശക്തമാവുന്നുണ്ട്. എഞ്ചിനീയർമാരുടെ സംഘം കുറച്ച് ദിവസങ്ങൾ കൂടി തിരുവനന്തപുരത്ത് തുടരുമെന്ന് വിമാനത്താവളത്തിന്റെ പ്രതിനിധിയും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹാങ്ങറിലേക്ക് മാറ്റിയ F-35B വിമാനത്തിന്റെ ചിത്രങ്ങൾ UK ഡിഫൻസിന്റെ ഔദ്യോഗിക X അക്കൗണ്ട് വഴി പുറത്തുവിട്ടിട്ടുണ്ട്. $110 മില്യൺ വില വരുന്ന F-35B വിമാനം CISF-ന്റെ സുരക്ഷയിൽ എയർ ഇന്ത്യയുടെ 4ാം ബേയിലായിരുന്നു ഇത്രയും നാൾ സൂക്ഷിച്ചിരുന്നത്. 5ാം തലമുറ സ്റ്റെൽത്ത് ജെറ്റ് വിമാനമായ F-35B അമേരിക്കയിലെ ലോക്ഹീഡ് മാർട്ടിൻ എയറോനോട്ടിക്സ് എന്ന കമ്പനിയാണ് നിർമ്മിച്ചത്. കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണ് റോയൽ എയർഫോഴ്സിന്റെ എയർബസ് വിഭാഗത്തിൽപ്പെടുന്ന A400 അറ്റ്ലസ് വിമാനം പറന്നിറങ്ങിയത്. വെള്ളിയാഴ്ച UK ഓക്സ്ഫോർഡ് ഷെയറിലെ റോയൽ എയർഫോഴ്സിന്റെ ബ്രിസ് നോർട്ടൺ സൈനിക താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം മെഡിറ്ററേനിയൻ ദ്വീപുകളിലെ അക്രോഡറി സൈനിക താവളത്തിലെത്തുകയും ശനിയാഴ്ച ഇവിടെ നിന്ന് മസ്കറ്റിലേക്ക് പുറപ്പെടുകയുമായിരുന്നു. മസ്കറ്റിലെ സീബ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുമാണ് വിമാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിയത്. എഞ്ചിനീയർമാരെ F-35Bയുടെ അറ്റകുറ്റപ്പണിക്ക് ആവശ്യമായ ഉപകരണങ്ങളും എത്തിച്ച ശേഷം വൈകിട്ട് 4:30 ഈ വിമാനവും മടങ്ങിപ്പോയിരുന്നു. എന്തായാലും ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനം ജൂലൈ 15-നകം അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറ്റുമെന്നാണ് സൂചന. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിൽ ആ ഉപകരണങ്ങളുമായി സംഘം എത്തിയത്.
ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും അനുമതി കിട്ടിയതോടെയാണ് ഇവർ ഇവിടേക്ക് എത്തിയത്. മാത്രമല്ല വ്യോമസേനയുടെ പ്രത്യേക അനുമതിയും കൂടി കിട്ടിയപ്പോൾ മാത്രമാണ് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഭാഗമായ സംഘത്തിന് വിമാനം നിർത്തിയിട്ടിരിക്കുന്ന പാർക്കിംഗ് മേഖലയിലേക്ക് കടക്കാൻ സാധിച്ചുള്ളൂ. F-35 പരിശോധിക്കാൻ കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിന്റെ 2 ഉദ്യോഗസ്ഥരടക്കമാണ് തിരുവനന്തപുരത്ത് നേരത്തെ എത്തിയത്. അവരെത്തി പരിശോധിച്ചു. ഇവരുൾപ്പെടെ 7 പേരാണ് ഇപ്പോൾ വിമാനത്തിന്റെ മേൽനോട്ടത്തിനായി ഇവിടെ തുടരുന്നത്. അറബിക്കടലിലെ സൈനികാഭ്യാസത്തിനെത്തിയ HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പലിൽ നിന്നായിരുന്നു F-35 യുദ്ധവിമാനം പറന്നുയർന്നത്. ഇന്ധനക്കുറവുണ്ടായതിനെ തുടർന്നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കേണ്ടി വന്നത്. F-35 പറന്നുയർന്ന HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പൽ സിംഗപ്പൂർ തീരത്തേക്ക് മടങ്ങിപ്പോകുന്ന സാഹചര്യവുമുണ്ടായി. എന്നാൽ ഇവിടെ ആയിരിക്കുന്ന ഈ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തെക്കുറിച്ച് ബ്രിട്ടീഷ് മന്ത്രി പ്രതികരിച്ചതുകൂടി നമുക്ക് നോക്കാം. F-35 യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സുരക്ഷിതമാണെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രി ലൂക്ക് പൊള്ളാർഡ് പ്രതികരിച്ചിരുന്നു. വിമാനത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഉയർന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷത്തെ കൺസർവേറ്റീവ് MP ബെൻ ഒബേസ് ആണ് വിമാനത്തിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക ഹൗസ് ഓഫ് കോമൺസിൽ ഉന്നയിച്ചത്. സർക്കാർ നടപടികളെക്കുറിച്ചും F-35 എന്ന് തിരികെ എത്തിക്കാനാകുമെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. നാറ്റോയുടെ സഖ്യകക്ഷിയല്ലാത്ത ഒരു രാജ്യത്ത് ജനവാസ മേഖലയിൽ ഇത്രയും അത്യാധുനിക വിമാനം ഏറെക്കാലം നിർത്തിയിട്ടിരിക്കുന്നതിൽ പാർലമെന്റിൽ അംഗങ്ങൾ ആശങ്ക അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്ത്യൻ സേനയുടെ ഭാഗത്തു നിന്ന് ഏറ്റവും മികച്ച പിന്തുണയാണ് F-35 ലാൻഡ് ചെയ്ത സമയത്ത് കിട്ടിയതെന്ന് ബ്രിട്ടീഷ് മന്ത്രി പറഞ്ഞിരുന്നു. ഇന്ത്യൻ മണ്ണിൽ കനത്ത സുരക്ഷയിലാണ് വിമാനമെന്നും റോയൽ എയർഫോഴ്സ് അംഗങ്ങൾ എപ്പോഴും F-35 ഒപ്പമുണ്ടെന്നും മന്ത്രി ബ്രിട്ടീഷ് പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു. വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ സംഭവിച്ചു എന്നായിരുന്നു വിവരം. വിമാന നിർമ്മാതാക്കളെ US കമ്പനി ലോക്ഹീഡ് മാർട്ടിന്റെ എഞ്ചിനീയർമാരും ഈ വിമാനം പരിഹരിക്കാനുള്ള സംഘത്തിലുണ്ട്. അതേറെ പ്രത്യാശ നൽകുന്നതാണ്. അതായത് അവർക്ക് ആ ഒരു തകരാറ് കണ്ടെത്തി അത് പരിഹരിക്കാൻ കൂടുതൽ അവർക്ക് സാധിക്കുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് ആയിരിക്കുന്നത്. എന്തായാലും ഈ റഡാറിൽ പോലും പതിയാതെ പറക്കാൻ കഴിയുന്ന അത്യാധുനിക വിമാനമാണ് F-35. റഡാറിനെ കബളിപ്പിക്കാൻ കഴിയുന്ന പുറംചട്ടയിലെ ചെറിയ തകരാർ പരിഹരിക്കാൻ പോലും കമ്പനി അംഗീകരിച്ച വിദഗ്ധർ വേണ്ടിവരും. നിലത്ത് നിന്ന് കുത്തനെ പറന്നു പൊങ്ങാനും അതേപോലെ നിലത്തിറങ്ങാനും കഴിയുന്ന സംവിധാനം F-35Bയിലുണ്ട്. ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാറുണ്ടായാൽ അതിന് കഴിയില്ല. അത്യാധുനിക സാങ്കേതിക വിദ്യ ആയതിനാൽ വിദഗ്ധ സേവനം തന്നെ ഇതിന് വേണ്ടി വരുന്ന സാഹചര്യത്തിലായിരുന്നു വിമാനത്താവളത്തിന്റെ സേവനം ഉപയോഗിച്ചതിന് പാർക്കിംഗ് ഫീസ് ഈടാക്കുമെന്ന് വിമാനത്താവള അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതൊരു വിദേശ സൈനിക വിമാനമാണ്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരായിരുന്നു നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരുന്നത്. എന്തായാലും ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അത് വേഗത്തിൽ പരിഹരിച്ച് എത്രയും വേഗം ഇവിടെ നിന്ന് മടങ്ങാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.